എല്ലാവർക്കും നമസ്കാരം. മിഡ്നൈറ്റ് ടെയിൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമ കഥ പോലെ തോന്നുമെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫ്രാൻസിൽ ശരിക്കും നടന്ന ഒരു നടുക്കുന്ന സംഭവത്തെക്കുറിച്ചാണ്. മനുഷ്യമാംസത്തിന്റെ രുചി പിടിച്ച ഒരു കൂട്ടം ചെന്നായ്ക്കൾ ഒരു വലിയ നഗരത്തെ മുഴുവൻ വിറപ്പിച്ച കഥയാണിത്. വെറുമൊരു മൃഗശാലയിൽ നിന്നോ കാട്ടിൽ നിന്നോ ഇറങ്ങി വന്നവരല്ല ഇവർ, മറിച്ച് യുദ്ധവും പട്ടിണിയും തളർത്തിയ ഒരു കാലഘട്ടത്തിന്റെ ശാപമായിരുന്നു ആ ചെന്നായ്ക്കൾ. പാരീസ് നഗരത്തിന്റെ വലിയ മതിലുകൾക്കുള്ളിലേക്ക് പോലും മരണം പതുങ്ങിയെത്തിയ ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നു കേൾക്കേണ്ട ഒരു അധ്യായമാണിത്. കാരണം ഇത് വെറുമൊരു വേട്ടയുടെ കഥയല്ല, മറിച്ച് വിശന്നു പൊരിഞ്ഞ മൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയ ഒരു ഇരുണ്ട കാലത്തിന്റെ ചരിത്രമാണ്. കോരിച്ചൊരിയുന്ന മഞ്ഞും എല്ലുതുളയ്ക്കുന്ന തണുപ്പും നിറഞ്ഞ ആ രാത്രിയിൽ പാരീസിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമം അപ്പാടെ നിശബ്ദമായിരുന്നു. തകർന്നു വീണ ഒരു വീട്ടിന്റെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണാവുന്നത് മരവിച്ചു കിടക്കുന്ന ശവങ്ങൾ മാത്രമാണ്. പെട്ടെന്നാണ് ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തുളച്ചുകയറുന്ന ഒരു ഓരിയിടൽ കേട്ടത്. അത് ഒന്നല്ലായിരുന്നു, പല ഭാഗത്തുനിന്നും ആ ശബ്ദം ആവർത്തിച്ചു കേട്ടുകൊണ്ടിരുന്നു. മഞ്ഞിൽ തിളങ്ങുന്ന കണ്ണുകളുമായി ആ ഇരുപ്പിൽ നിന്ന് ചില രൂപങ്ങൾ പതുക്കെ പുറത്തേക്കു വരുന്നത് കാണാമായിരുന്നു. അവ സാധാരണ ചെന്നായ്ക്കളേക്കാൾ വലിപ്പമുള്ളവരും മനുഷ്യന്റെ ചോര മണത്തറിയാൻ കഴിവുള്ളവരുമായിരുന്നു. ഒരു ഇരയെ കണ്ടാൽ അത് തീരുന്നതുവരെ വിടാത്ത ആ രാക്ഷസരൂപങ്ങൾ പതുക്കെ ആ വീടിന്റെ തകർന്ന വാതിൽക്കലേക്ക് നടന്നു നീങ്ങി. 100 വർഷത്തിലേറെ നീണ്ടുനിന്ന യുദ്ധങ്ങൾ ഫ്രാൻസിന്റെ ഗ്രാമങ്ങളെ വെറും ശ്മശാനങ്ങളാക്കി മാറ്റിയിരുന്നു. പണ്ട് കൃഷിയും കച്ചവടവും കൊണ്ട് സജീവമായിരുന്ന പലയിടങ്ങളിലും ഇന്ന് വെറും കാടുപിടിച്ചു കിടക്കുന്ന തകർന്ന വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. യുദ്ധത്തിൽ മരിച്ചുവീണ ആയിരക്കണക്കിന് ആളുകളുടെ ശവങ്ങൾ ആരും അടക്കം ചെയ്യാതെ വഴിയരികിലും പറമ്പുകളിലും ചീഞ്ഞഴുകിക്കിടക്കുകയായിരുന്നു. കാട്ടിൽ നിന്ന് വിശന്നുവന്ന ചെന്നായ്ക്കൾക്ക് ഈ ശവങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണമായി മാറി. അങ്ങനെയാണ് അവയ്ക്കു മനുഷ്യമാംസത്തിന്റെ രുചിശീലമായത്. മനുഷ്യനെ കാണുമ്പോൾ പേടിച്ചു ഓടിയിരുന്ന ആ മൃഗങ്ങൾ പതുക്കെ മനുഷ്യൻ തങ്ങൾക്ക് പേടിക്കേണ്ട ഒന്നല്ല എന്ന തിരിച്ചറിവിലേക്കെത്തി. വേട്ടയാടാൻ ആളില്ലാതായതോടെ അവയുടെ എണ്ണം പെരുകുകയും അവ ധൈര്യത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. 15-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഫ്രാൻസിലെ തണുപ്പ് ആർക്കും താങ്ങാൻ കഴിയാത്ത അത്രയും കഠിനമായ ഒന്നായിരുന്നു. രാത്രികളിൽ താപനില 0-ന് താഴെ 5 ഡിഗ്രി വരെ പോകുന്ന ആ സമയത്ത് നദികളെല്ലാം മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു. വീടുകളുടെ മേൽക്കൂരയിലും മതിലുകളിലും ഐസ് കട്ടകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആർക്കും കാണാമായിരുന്നു. മഞ്ഞുമൂടിയ ആ തണുത്ത പ്രഭാതങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്നു വരുന്നത് ശവങ്ങളുടെയും ചീഞ്ഞ വിളകളുടെയും വല്ലാത്തൊരു മണമായിരുന്നു. പണ്ട് പള്ളികളിൽ നിന്ന് കേട്ടിരുന്ന മണിമുഴക്കമോ കുട്ടികളുടെ ബഹളമോ ഒന്നും ഇപ്പോൾ ആരും കേൾക്കാറില്ല. കാറ്റ് വീശുമ്പോൾ തകർന്ന ജനാലകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദവും ദൂരെ നിന്ന് കേൾക്കുന്ന ചെന്നായ്ക്കളുടെ ഓരിയിടലും മാത്രമാണ് ആ നാട്ടിലെ ഏക ശബ്ദം. പട്ടിണിയും മാറാരോഗങ്ങളും കാരണം ജീവൻ കയ്യിൽ പിടിച്ചു കഴിയുന്ന പാവം മനുഷ്യർക്ക് മുകളിൽ മറ്റൊരു വിപത്തുകൂടി വരികയാണെന്ന് ആരും അറിഞ്ഞില്ല. പാടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകരും അവരുടെ കന്നുകാലികളും ഒന്നിനു പുറകെ ഒന്നായി അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. രാത്രിയായാൽ ആരും വീടിനു പുറത്തിറങ്ങാൻ പോലും ധൈര്യപ്പെടാത്ത അവസ്ഥയായി. കാരണം ആ ഇരുട്ടിൽ ചെന്നായ്ക്കൾ കൂട്ടമായി പതിയിരിപ്പുണ്ടായിരുന്നു. സാധാരണ മൃഗങ്ങളെപ്പോലെയല്ല, അവയ്ക്ക് മനുഷ്യരെ എങ്ങനെ ചതിയിൽ വീഴ്ത്തണം എന്ന് നന്നായി അറിയാമായിരുന്നു. ഓരോ ദിവസവും ആ ചെന്നായ്ക്കൂട്ടം പതുക്കെ നഗരത്തിന്റെ അതിരുവലിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. പാരീസ് നഗരത്തിന്റെ വലിയ മതിലുകൾ തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതിയവർക്ക് വലിയൊരു തെറ്റാണ് പറ്റാൻ പോകുന്നതെന്ന് അധികം വൈകാതെ തന്നെ ബോധ്യമായി. യഥാർത്ഥത്തിൽ ചെന്നായ്ക്കൾ എന്നു പറയുന്നത് വെറുതെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന പിശാചുക്കളൊന്നുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ അന്നത്തെ ഫ്രാൻസിലെ സാഹചര്യം ഈ മൃഗങ്ങളെ പാടെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. യുദ്ധം കാരണം
നാട് മുഴുവൻ ചീഞ്ഞഴുകിയ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞുനിന്ന ആ കാലത്ത് ഈ ചെന്നായ്ക്കൾക്ക് അതൊരു വലിയ വിരുന്നായി മാറി. സാധാരണ നിലയിൽ മനുഷ്യരെ പേടിച്ച് കാട്ടിൽ ഒളിച്ചു കഴിയുന്ന ഈ ജീവികൾ ഇടതടവില്ലാതെ കിട്ടുന്ന മനുഷ്യമാംസത്തിന്റെ രുചി അറിഞ്ഞതോടെ അവരുടെ പേടിപാടെ അസ്തമിച്ചു. നൂറുകണക്കിന് ശവങ്ങൾ പാതയോരങ്ങളിലും പാടങ്ങളിലും കിടന്നപ്പോൾ അവ ഭക്ഷിച്ചു വളർന്ന ഈ ചെന്നായ്ക്കൾക്ക് മനുഷ്യർ എന്ന് പറയുന്നത് വെറുമൊരു ഇര മാത്രമായി മാറി. പതിറ്റാണ്ടുകളോളം ആരും വേട്ടയാടാനില്ലാതെ യഥേഷ്ടം ഭക്ഷണം കിട്ടിയപ്പോൾ അവരുടെ എണ്ണം വല്ലാതെ കുകൂടി. വെറുമൊരു മൃഗം എന്നതിലുപരി ഒരു കൊടും കുറ്റവാളിയെപ്പോലെ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സംഘമായി അവർ പതുക്കെ മാറുകയായിരുന്നു. ഈ ചെന്നായ്ക്കളുടെ കൂട്ടത്തിന് നേതൃത്വം നൽകാൻ അതിശക്തയായ ഒരു പെൺചെന്നായുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകൾ കൃത്യമായി പറയുന്നുണ്ട്. കുർത്തോ എന്നായിരുന്നു ആളുകൾ അവളെ വിളിച്ചിരുന്നത്. അവളുടെ വാൽ മുറിഞ്ഞ നിലയിലായിരുന്നു എന്നത് അവളെ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിച്ചു. ഒന്നുകിൽ പണ്ട് മനുഷ്യരുമായുണ്ടായ ഏതോ ഏറ്റുമുട്ടലിൽ അവൾക്ക് വാൽ നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ അതൊരു ജനനവൈകല്യമായിരിക്കാം. സാധാരണ ചെന്നായ്ക്കൂട്ടങ്ങളെ നയിക്കുന്നത് ഇത്തരം കരുത്തരായ പെൺചെന്നായ്ക്കളാണെന്നത് ശാസ്ത്രീയമായ ഒരു സത്യമാണ്. കുർത്തോ വെറുമൊരു മൃഗമായിരുന്നില്ല. പകരം തന്റെ കൂട്ടത്തെ എങ്ങനെ നയിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ബുദ്ധിമതിയായ നേതാവായിരുന്നു. അവളെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അധികാരഭാവമുണ്ടായിരുന്നു എന്ന് അക്കാലത്തെ ആളുകൾ പേടിയോടെ ഓർക്കുന്നുണ്ട്. ഏകദേശം 30നും 40നുമിടയിൽ ചെന്നായ്ക്കളാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഭീകരത മനസ്സിലാക്കാം. ഇത്രയും വലിയൊരു ചെന്നായ്ക്കൂട്ടം ഒന്നിച്ച് ആക്രമണത്തിനിറങ്ങുന്നത് അന്നുവരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണയായി ചെറിയ ഗ്രൂപ്പുകളായി നടക്കുന്ന ഇവർ ഇത്രയധികം എണ്ണത്തിൽ ഒത്തുചേർന്നത് തന്നെ ആ നാട്ടിലെ ശവങ്ങളുടെ ആധിക്യം കൊണ്ടാണ്. രാത്രികാലങ്ങളിൽ കാടിന്റെ അതിരുകളിൽ നിന്ന് കേൾക്കുന്ന അവരുടെ ഓരിയിടൽ വെറുമൊരു ശബ്ദമായിരുന്നില്ല. അത് 30ലധികം തൊണ്ടകളിൽ നിന്ന് ഒരേ സമയം ഉയരുന്ന ഒരു മരണമണി പോലെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്നിച്ചുനിന്ന് വേട്ടയാടാനും ഇരയെ വളയാനും അവർ പഠിച്ചെടുത്തത് ഈ കാലയളവിലാണ്. ആ വലിയ കൂട്ടത്തിന്റെ ശക്തി അവരെ കൂടുതൽ ധൈര്യശാലികളാക്കി മാറ്റി. അവരുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും വമിച്ചിരുന്നത് ചീഞ്ഞഴുകിയ മാംസത്തിന്റെ ഒരു സഹിക്കാനാവാത്ത ഗന്ധമായിരുന്നു. ശവക്കുഴികളിലും യുദ്ധക്കളങ്ങളിലും കിടന്ന് ഉരുളുന്നതുകൊണ്ട് അവരുടെ രോമങ്ങൾ എപ്പോഴും അഴുക്കുപിടിച്ച് കട്ടപിടിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. ആ ചെന്നായ്ക്കളുടെ കണ്ണുകളിൽ പഴയതുപോലെ മനുഷ്യരെ കാണുമ്പോഴുള്ള ഭയം ഉണ്ടായിരുന്നില്ല. പകരം വിശപ്പും വന്യമായ ഒരുതരം ആവേശവും മാത്രമാണ് തെളിഞ്ഞു നിന്നിരുന്നത്. കുർത്തോയുടെ നേതൃത്വത്തിൽ അവർ പാരീസ് നഗരത്തിന്റെ മതിൽക്കെട്ടുകൾക്ക് പുറത്ത് തക്കം പാർത്തിരുന്നു. മനുഷ്യർ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാത്തതുകൊണ്ട് അവർക്ക് തങ്ങളെ തടയാൻ ആരുമില്ലെന്ന വല്ലാത്തൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. ആ വിശ്വാസമാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്കിറങ്ങാൻ അവർക്ക് വലിയൊരു പ്രേരണയായത്. നഗരത്തിനു പുറത്തുള്ള പാടങ്ങളിലും വഴികളിലും അവർ സൈവര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്നു. പണ്ട് കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന ഇവർ ഇപ്പോൾ മനുഷ്യരെ ലക്ഷ്യം വെച്ച് നീങ്ങാൻ തുടങ്ങിയത് വലിയൊരു മാറ്റമായിരുന്നു. കുർത്തോ തന്റെ വാലില്ലാത്ത രൂപവുമായി ആ കൂട്ടത്തിനു മുന്നിൽ നടക്കുമ്പോൾ ബാക്കിയുള്ളവർ സൈനികരെപ്പോലെ അവളെ അനുഗമിച്ചു. മനുഷ്യർ താമസിക്കുന്ന വീടുകളുടെ അരികിലേക്ക് വരെ അവർ വരാൻ തുടങ്ങിയത് നഗരവാസികളെ വല്ലാതെ ഭയപ്പെടുത്തി. ഓരോ രാത്രി കഴിയുന്തോറും അവരുടെ ധൈര്യം കൂടിവരികയും മനുഷ്യരുമായുള്ള അകലം കുറഞ്ഞുവരികയും ചെയ്തു. പാരീസ് എന്ന മഹാനഗരത്തെ വിഴുങ്ങാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ തുടക്കമായിരുന്നു ആ ചെന്നായ്ക്കളുടെ രൂപമാറ്റം. അവർ മൃഗങ്ങളിൽ നിന്ന് പതുക്കെ മനുഷ്യരെ വേട്ടയാടുന്ന രാക്ഷസന്മാരായി മാറിക്കഴിഞ്ഞിരുന്നു. ആ രാത്രി പാരീസ് നഗരം ശരിക്കും ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. ഏകദേശം 100,000-നടുത്ത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ വലിയ നഗരത്തിനു ചുറ്റും വലിയ മതിൽക്കെട്ടുകളുണ്ടായിരുന്നെങ്കിലും പലയിടത്തും അത് തകർന്നു വീഴാറായ നിലയിലായിരുന്നു. യുദ്ധം കാരണം ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ആ മതിലിലെ വിള്ളലുകളിലൂടെയാണ് ആ ചെന്നായ്ക്കൂട്ടം നഗരത്തിനുള്ളിലേക്ക് നുഴഞ്ഞുകയറിയത്. സീന് നദിക്കരയിലെ മൂടൽമഞ്ഞും കറുത്ത ഇരുട്ടും അവർക്ക് കൃത്യമായ മറയൊരുക്കിക്കൊടുത്തു. നഗരനവവാടങ്ങളിൽ കാവൽ നിന്നിരുന്ന പട്ടാളക്കാരുടെ കണ്ണുവിട്ടിച്ച്
വളരെ നിശബ്ദമായാണ് അവർ ഓരോരുത്തരായി ഉള്ളിലേക്ക് വന്നത്. നദിക്കരയിലെ തുകൽശാലകളിൽ നിന്നുള്ള അഴുക്കുചാലുകളുടെ നാറ്റവും മഞ്ഞും കലർന്ന ആ അന്തരീക്ഷം അവരുടെ ഗന്ധം പുറത്തറിയാതിരിക്കാൻ സഹായിച്ചു. കാലുകൾ നിലത്തു തട്ടുമ്പോഴുണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും കേൾക്കാത്ത വിധം തണുത്തുറഞ്ഞ ആ രാത്രിയിൽ പാരീസ് നഗരത്തിന്റെ വിധി മാറുകയായിരുന്നു. മതിൽക്കെട്ടിനുള്ളിലെത്തിയ ചെന്നായ്ക്കളുടെ ആദ്യത്തെ ഇരകൾ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട മനുഷ്യരായിരുന്നു. രാത്രിയിൽ നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനിറങ്ങുന്നവരും നദിക്കരയിലെ മീൻപിടുത്തക്കാരുമൊക്കെ ആ ഇരുട്ടിൽ അവരുടെ മുന്നിൽ പെട്ടുപോയി. വളരെ ഇടുങ്ങിയ തെരുവുകളിലൂടെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് ആ ചെന്നായ്ക്കൾ നീങ്ങിയത്. വീടുകളുടെ ഇടയിലുള്ള ആ ചെറിയ ഗലികളിൽ എവിടെ നിന്നാണ് ആക്രമണമുണ്ടാകുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ആരെങ്കിലുമൊന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചെന്നായ്ക്കൾ അവരുടെ കഴുത്തിന് പിടികൂടിയിട്ടുണ്ടാകും. ഒരു തുള്ളി വെളിച്ചം പോലുമില്ലാത്ത ആ ഇടവഴികളിൽ ചെന്നായ്ക്കളുടെ കണ്ണുകൾ മാത്രം തിളങ്ങുന്നുണ്ടായിരുന്നു. സഹായത്തിനായി ആരെങ്കിലും വാതിലിൽ മുട്ടിയാൽ പോലും ആരും അത് തുറന്നുകൊടുക്കാൻ ധൈര്യപ്പെട്ടില്ല. അന്നത്തെ പാരീസിലെ തെരുവുകൾക്ക് വെറും 2 അല്ലെങ്കിൽ 4 മീറ്റർ മാത്രമേ വീതിയുണ്ടായിരുന്നുള്ളൂ. മരവും കല്ലും കൊണ്ടുണ്ടാക്കിയ വീടുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ തെരുവുകൾ ഒരു ഗുഹ പോലെയാണ് തോന്നിയിരുന്നത്. കുതിരകൾക്കോ മറ്റോ വേഗത്തിൽ ഓടാൻ പറ്റാത്ത ആ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ചെന്നായ്ക്കൾക്ക് നല്ല വേഗതയിൽ നീങ്ങാൻ കഴിഞ്ഞു. ഓരോ വീടിന്റെയും മുറ്റത്തും ഇടനാഴികളിലും മരണത്തിന്റെ മണം പടരാൻ തുടങ്ങി. ചെന്നായ്ക്കളുടെ നഖങ്ങൾ കല്ലിൽ ഉരസുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ പേടി നിറഞ്ഞു. പെട്ടെന്ന് ഒരു ചട്ടിയോ പാത്രമോ നിലത്തു വീഴുന്ന ശബ്ദവും പിന്നാലെ ഒരു നിലവിളിയും മാത്രമാണ് ആ രാത്രിയിൽ കേട്ടിരുന്നത്. നഗരത്തിന്റെ ഓരോ കോണിലും മരണം പതിയിരിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ അന്തരീക്ഷത്തിൽ പലതരം ഗന്ധങ്ങൾ കലർന്നിരുന്നു. തുകൽശാലകളിലെ അഴുക്കിന്റെയും മീൻനെയ്യ് കത്തുന്നതിന്റെയും നാറ്റം ആകെ പടർന്നു കിടക്കുകയായിരുന്നു. അതിന്റെ കൂടെ മനുഷ്യരക്തത്തിന്റെ ആ കടുപ്പമുള്ള മണം കൂടി ചേർന്നതോടെ ആകെ ഭീകരമായി മാറി. തണുത്തുറഞ്ഞ മഞ്ഞിൽ രക്തം കലരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേക ഗന്ധം തെരുവുകളിൽ നിറഞ്ഞു. വീടുകൾക്കുള്ളിലെ തീകുണ്ടങ്ങളിൽ നിന്നു വരുന്ന പുക ആ ഗന്ധത്തെ കൂടുതൽ രൂക്ഷമാക്കി. ചെന്നായ്ക്കളുടെ ശരീരത്തിലെ ആ അഴുക്കു പിടിച്ച രോമങ്ങളുടെയും അവരുടെ ശ്വാസത്തിന്റെയും നാറ്റം ഇരകൾക്ക് മരണം തൊട്ടടുത്തെത്തിയെന്ന് കാണിച്ചുകൊടുത്തു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ രോമങ്ങൾ കരിയുമ്പോഴുണ്ടാകുന്ന ഗന്ധം കൂടി ചേർന്നപ്പോൾ ആ നഗരം ഒരു കശാപ്പുശാല പോലെയായി. ചെന്നായ്ക്കൾ ഓരോരുത്തരെയായി വേട്ടയാടുമ്പോൾ നഗരത്തിൽ ആകെ ബഹളമായി. എവിടെ നിന്നാണ് ഓരിയിടൽ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ആ ശബ്ദം നഗരത്തിലെ മതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഭയം കാരണം ആളുകൾ വീടുകൾക്കുള്ളിൽ കയറി വാതിലുകൾ അടച്ചുപൂട്ടിയിരുന്നു. പുറത്ത് ആരെങ്കിലും മരിക്കാനായി നിലവിളിച്ചാലും സ്വന്തം ജീവൻ രക്ഷിക്കാനായി എല്ലാവരും മിണ്ടാതിരുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് വരുന്നതുപോലെ ആ ചെന്നായ്ക്കൾ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. തണുത്തുറഞ്ഞ തറയിൽ രക്തം വീണ് വഴുവഴുപ്പുള്ളതായി മാറി. ആരും രക്ഷിക്കാനില്ലാത്ത ആ രാത്രിയിൽ പാരീസ് നഗരം ശരിക്കും ഒരു ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നഗരത്തിലെ പ്രധാന സ്ഥലമായ നോത്രദാമിലെ പള്ളിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിലും ചെന്നായ്ക്കളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. അവിടെയുള്ള ചെറിയ കടകൾക്കും വീടുകൾക്കുമിടയിലൂടെ അവർ തങ്ങളുടെ അടുത്ത ഇരയെ തിരഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയിലെ തണുപ്പ് -7 ഡിഗ്രി വരെ എത്തിയ ആ സമയത്ത് ഓരോ ശ്വാസവും മഞ്ഞുപോലെ വായുവിൽ തെളിഞ്ഞു കാണാമായിരുന്നു. ഒരു നഗരത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് മൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്ന കാഴ്ച ചരിത്രത്തിൽ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടുണ്ടാവില്ല. പുഴയിലേക്ക് എന്തോ വലിയ സാധനം വീഴുന്ന ശബ്ദവും പിന്നാലെ കേൾക്കുന്ന നിശബ്ദതയും ആ ഭീകരതയുടെ ആഴം കൂട്ടി. നേരം വെളുക്കുമ്പോഴേക്കും എത്ര പേർ ബാക്കിയുണ്ടാകുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. പാരീസ് നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത രാത്രികളിലൊന്നായി അത് മാറുകയായിരുന്നു. നഗരത്തിന്റെ വലിയ മതിലുകൾക്ക് പുറത്ത് ശത്രുക്കളെ തടയാൻ പാരീസ് വലിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഉള്ളിൽ കയറിയ ആ ചെന്നായക്കൂട്ടത്തെ തുരത്താൻ അവർക്ക് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. നഗരത്തിലെ കാവൽക്കാർ വലിയ തീപ്പന്തങ്ങളും പിടിച്ചു നായ്ക്കളെയും കൂട്ടി തെരുവിലേക്കിറങ്ങി.
പക്ഷേ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ആയുധധാരികളായ മനുഷ്യരെ കണ്ടാൽ ഓടിപ്പോകേണ്ട നായ്ക്കൾ ഈ ചെന്നായക്കളെ കണ്ടപ്പോൾ ഭയന്ന് വിറച്ചു. പല നായ്ക്കളും യജമാനന്മാരുടെ കകാലിനിടയിൽ ഒളിച്ചുനിന്നു. ചിലവ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് ഓടിപ്പോയി. കുതിരപ്പടയാളികൾ ഇടുങ്ങിയ വഴികളിലൂടെ കുതിരയെ ഓടിക്കാൻ നോക്കിയെങ്കിലും മഞ്ഞിൽ തെന്നി കുതിരകൾ നിലത്തുവീണു. കുതിര പുറത്തുനിന്ന് താഴെ വീണ പലരെയും ഇരുട്ടിൽ മറഞ്ഞുനിന്ന ചെന്നായക്കൾ കടിച്ചുകീറി. ആയുധം കൊണ്ട് ഈ മൃഗങ്ങളെ നേരിടാൻ പറ്റില്ലെന്ന് പാരീസിലെ കാവൽക്കാർക്ക് ആ രാത്രികളിൽ മനസ്സിലായി. പകൽ വെളിച്ചത്തിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി മാറി. സാധാരണ രാത്രിയിൽ മാത്രം വേട്ടയാടുന്ന ചെന്നായക്കൾ പാരീസിനുള്ളിൽ ഭയമില്ലാതെ പകൽ സമയത്തും കറങ്ങി നടക്കാൻ തുടങ്ങി. ഓരോ മരണവാർത്തയും കേൾക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ പേടിച്ചു. വൈകുന്നേരം ആകുന്നതിനു മുൻപ് തന്നെ പള്ളിയിലെ മണികൾ മുഴങ്ങും. അതൊരു മുന്നറിയിപ്പായിരുന്നു. എല്ലാവരും വീടിനുള്ളിൽ കയറി വാതിലുകൾ അടച്ചു. കടകളും ചന്തകളുമൊക്കെ നിശ്ചലമായി. നഗരത്തിലെ ശബ്ദങ്ങളെല്ലാം നിലച്ചു. പള്ളികളിൽ പുരോഹിതന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനങ്ങൾ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സഹായം തേടി. പക്ഷേ ഈ ചെന്നായക്കൾ ദൈവത്തെയോ മനുഷ്യരെയോ ഒന്നും പേടിക്കുന്ന ഭാവമേ ഉണ്ടായിരുന്നില്ല. വീടുകൾക്കുള്ളിൽ ഇരിക്കുന്നവർ പോലും സുരക്ഷിതരല്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. വാതിലിന്റെയും ജനാലയുടെയും ഇടയിലൂടെ ചെന്നായക്കൾ അകത്തുവരുമെന്ന് പേടിച്ച് ആളുകൾ പഴയ തുണികളും വൈക്കോലുമൊക്കെ വെച്ച് പഴുതുകളടച്ചു. വലിയ പാരീസ് നഗരം ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി മാറി. തെരുവുകളിൽ എവിടെ നോക്കിയാലും തീപ്പന്തങ്ങളുടെ പുകയും പേടിപ്പിക്കുന്ന നിശബ്ദതയും മാത്രമായി. തോൽക്കൊല്ലികളുടെയും മറ്റും പണിശാലകളിൽ നിന്നു വരുന്ന രൂക്ഷഗന്ധം നഗരമാകെ പടർന്നു. വഴിയിൽ എവിടെയെങ്കിലും ഒരു കുതിരയുടെ ഒച്ച കേട്ടാൽ, അല്ലെങ്കിൽ ഒരു പാത്രം താഴെ വീഴുന്ന ശബ്ദം കേട്ടാൽ പാരീസുകാർ പേടിച്ചു വിറച്ചു. നഗരത്തിന്റെ മതിലുകൾ തങ്ങളെ രക്ഷിക്കുമെന്ന വിശ്വാസം അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ ചെന്നായക്കൂട്ടം നഗരത്തിനുള്ളിൽ മാത്രം കൊന്നുതല്ലിയത് ഏകദേശം 40ഓളം പേരെയാണ്. എന്നാൽ നഗരത്തിന് പുറത്തുള്ള ഗ്രാമങ്ങളിലും റോഡുകളിലും നടന്ന കൊലപാതകങ്ങൾ ഇതിലും ഭീകരമായിരുന്നു. അവിടെ 100-ലധികം ആളുകൾ ആ മഞ്ഞുകാലത്ത് കൊല്ലപ്പെട്ടുവെന്നാണ് പഴയ കണക്കുകൾ പറയുന്നത്. മഞ്ഞിൽ തെന്നി വീഴുന്ന ഓരോ മനുഷ്യനും ആ മൃഗങ്ങൾക്ക് എളുപ്പമുള്ള ഇരകളായി മാറി. കയ്യിലുള്ള കുന്തങ്ങളും വാളുകളുമൊന്നും തണുത്തുറഞ്ഞ കൈകൾ കൊണ്ട് ശരിക്ക് പിടിക്കാൻ പോലും ആളുകൾക്ക് കഴിഞ്ഞില്ല. വിരലുകൾ തണുത്തു മരവിച്ചുപോയി. ഓരോ ചലനവും മരണത്തിലേക്കുള്ള ദൂരം കുറച്ചു. ചെന്നായക്കളുടെ ഓരിയിടൽ നഗരത്തിന്റെ കല്ലുചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചപ്പോൾ അത് എല്ലാ വശങ്ങളിൽ നിന്നും വരുന്നതുപോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. പാരീസ് എന്ന മഹാനഗരം ഒരു കൂടുപോലെയായി മാറി. അതിനുള്ളിൽ മനുഷ്യർ വെറും ഇരകളായി ഒതുങ്ങിപ്പോയി. രാത്രിയായാൽ കേൾക്കുന്ന ആ ഓരിയിടൽ ഒരു ശവമടക്കിന് പള്ളിയിൽ മണിയടിക്കുന്നത് പോലെയാണ് ജനങ്ങൾക്ക് തോന്നിയത്. ഓരോ വീട്ടിലും ആളുകൾ ശ്വാസമടക്കി പിടിച്ചിരുന്നു. പുറത്ത് ചെന്നായക്കളുടെ നഖങ്ങൾ മരവാതിലുകളിൽ ഉരസുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. നഗരത്തിലെ നിയമങ്ങളും കാവൽക്കാരുമൊക്കെ വെറും കാഴ്ചക്കാരായി മാറി. ആരും ആരെയും സഹായിക്കാൻ വരാത്ത അവസ്ഥയായി. ഇത്രയും വലിയൊരു നഗരത്തെ ഇത്ര ചെറിയൊരു കൂട്ടം മൃഗങ്ങൾ കീഴടക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പാരീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ആ രാത്രികൾ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ മാറ്റാൻ പറ്റാത്ത മുറിവുകൾ ബാക്കിവെച്ചു. ആ തണുത്ത ജനുവരി രാത്രിയിൽ പാരീസ് നഗരം ഇതുവരെ കാണാത്ത ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇത്രയും കാലം പേടിച്ച് വീടിനുള്ളിൽ ഒളിച്ചിരുന്ന മനുഷ്യർ ആദ്യമായി ആയുധങ്ങളുമായി തെരുവിലേക്കിറങ്ങി. സാധാരണക്കാരായ കച്ചവടക്കാരും ഇറച്ചിവെട്ടുകാരും വള്ളമൂന്നുന്നവരുമൊക്കെ കയ്യിൽ കിട്ടിയ കുന്തവും കോടാലിയും വലിയ വടികളികളുമായി ഒത്തുചേർന്നു. നഗരത്തിലെ ഓരോ ഗല്ലികളിലും ടോർച്ചുകളുടെ വെളിച്ചം നിറഞ്ഞു. ആ വെളിച്ചം മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ നഗരം മൊത്തം കത്തുന്നതുപോലെ തോന്നിപ്പിച്ചു. എല്ലാവരുടെയും ഉള്ളിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ആ ചെന്നായ്ക്കളെ ഇല്ലാതാക്കുക. ഭയം മാറി പകയായി മാറിയ ഒരു ജനക്കൂട്ടം തെരുവുകളെ വിറപ്പിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങി. നഗരത്തിലെ ഇടുങ്ങിയ വഴികളിലൂടെ അവർ പടയോട്ടം പോലെ നീങ്ങാൻ തുടങ്ങി. ചെണ്ടകൾ കൊട്ടിയും പാത്രങ്ങളിൽ അടിച്ചും ഉണ്ടാക്കാവുന്നതിന്റെ പരമാവധി ശബ്ദം അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ വലിയ ബഹളം കേട്ട് ചെന്നായ്ക്കൾ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി.
ഓരോ ഇടവഴിയിൽ നിന്നും മനുഷ്യർ ടോർച്ചുകളുമായി പുറത്തേക്ക് വന്നതോടെ ചെന്നായ്ക്കൾക്ക് രക്ഷപ്പെടാൻ വഴികളില്ലാതായി. ആളുകൾ കൂക്കുവിളിച്ചും ആയുധങ്ങൾ തറയിൽ അടിച്ചും ആ മൃഗങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് ഓടിച്ചു. കറുത്ത പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞപ്പോൾ ചെന്നായ്ക്കളുടെ കണ്ണുകൾ ആ വെളിച്ചത്തിൽ തിളങ്ങുന്നത് കാണാമായിരുന്നു. നഗരം മുഴുവൻ ഒരു വലിയ വേട്ടക്കാരനായി മാറി ആ മൃഗങ്ങളെ വളയുകയായിരുന്നു. സെൻ നദിയുടെ നടുവിലുള്ള ഐൽഡില സിത്തെ എന്ന ദ്വീപിലേക്കാണ് ജനക്കൂട്ടം ഈ ചെന്നായ്ക്കളെ ഓടിച്ചു കയറ്റിയത്. നദിയുടെ തണുത്ത വെള്ളം ഇരുവശത്തും ഉള്ളതുകൊണ്ട് ചെന്നായ്ക്കൾക്ക് അങ്ങോട്ട് ചാടാൻ കഴിയില്ലായിരുന്നു. ആ ദ്വീപിലേക്ക് കടക്കുന്ന പാലങ്ങൾ വളരെ ഇടുങ്ങിയതായിരുന്നു. അതുകൊണ്ടുതന്നെ ചെന്നായ്ക്കൾക്ക് തിരിച്ചു ഓടാനും വഴിയില്ല. മനുഷ്യർ ആ പാലങ്ങൾ ഓരോന്നായി അടച്ചുകൊണ്ടിരുന്നു. മൃഗങ്ങളെ ഒരു കെണിയിൽ അകപ്പെടുത്തുന്നതുപോലെ അവർ കൃത്യമായ പ്ലാനോടെയാണ് നീങ്ങിയത്. ഓരോ ചുവടിലും ചെന്നായ്ക്കളുടെ ഗർജനം കുറഞ്ഞുവരികയും പേടികലർന്ന കരച്ചിൽ ഉയരുകയും ചെയ്തു. നഗരത്തിന്റെ ഭൂമിശാസ്ത്രം അന്ന് ആ മൃഗങ്ങൾക്ക് വിനയായി മാറി. ആ ഇടുങ്ങിയ തെരുവുകളിൽ ശബ്ദം പ്രതിധ്വനിക്കുന്നത് ചെന്നായ്ക്കളെ കൂടുതൽ വട്ടാക്കി. മരവും മണ്ണും കൊണ്ടുണ്ടാക്കിയ പഴയ കെട്ടിടങ്ങൾക്കിടയിലൂടെ ശബ്ദം അങ്ങോട്ടുമിങ്ങോട്ടും അലയടിച്ചു. 4 നില ഉയരമുള്ള വീടുകളുടെ മുകളിൽ നിന്ന് പോലും ആളുകൾ കല്ലുകളും തിളച്ച ലായനികളും താഴേക്ക് എറിഞ്ഞു. ചെന്നായ്ക്കൾക്ക് എങ്ങോട്ടു പോകണമെന്ന് അറിയാത്ത അവസ്ഥയായി. ഓരോ കവലയിലും മനുഷ്യരുടെ വലിയ കൂട്ടം ആയുധങ്ങളുമായി നിൽപ്പുണ്ടായിരുന്നു. ടോർച്ചുകളിൽ നിന്നുള്ള കത്തുന്ന മണം അന്തരീക്ഷത്തിൽ ആകെ പടർന്നു. ആ തണുപ്പിലും മനുഷ്യരുടെ വിയർപ്പിന്റെയും തീയുടെയും മണം അവിടെ നിറഞ്ഞു നിന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നോത്രദാം പള്ളിയുടെ മുന്നിലെ വലിയ മൈതാനത്തേക്കാണ് ഈ ചെന്നായ്ക്കൾ ഒടുവിൽ എത്തിയത്. 500 മീറ്റർ മാത്രം നീളമുള്ള ആ ചെറിയ ദ്വീപിന്റെ ഒത്ത നടുവിൽ അവറ്റകൾ കുടുങ്ങിപ്പോയി. ചുറ്റും കല്ലുപാകിയ തറയും വലിയ പള്ളിയുടെ ചുവരുകളും മാത്രം. രക്ഷപ്പെടാൻ ഒരിടം പോലുമില്ലാതെ ആ ചെന്നായ്ക്കൂട്ടം അവിടെ വട്ടം കറങ്ങി. ജനക്കൂട്ടം പതുക്കെ പതുക്കെ ആ മൈതാനത്തെ വളഞ്ഞുകഴിഞ്ഞിരുന്നു. കോടാലികളും കുന്തങ്ങളും വെളിച്ചത്തിൽ തിളങ്ങുന്നത് കണ്ടപ്പോൾ ആ മൃഗങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു. ഇതുവരെ വേട്ടക്കാരായിരുന്നവർ ഇപ്പോൾ വെറും ഇരകളായി മാറിയിരിക്കുന്നു. പഴയ ചരിത്രകാരന്മാർ പറയുന്നത് ആ രാത്രി ഒരു യുദ്ധക്കളം പോലെയായിരുന്നു എന്നാണ്. കയ്യിൽ കിട്ടിയ ഇരുമ്പ് ദണ്ടുകളും മരക്കഷ്ണങ്ങളും കൊണ്ട് മനുഷ്യർ ആ മൃഗങ്ങളെ നേരിട്ടു. ചിലയിടങ്ങളിൽ ചെന്നായ്ക്കൾ തിരിച്ചു ആക്രമിക്കാൻ നോക്കിയെങ്കിലും മനുഷ്യരുടെ എണ്ണത്തിനു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കുന്തം കൊണ്ട് കുത്തേറ്റ ചെന്നായ്ക്കളുടെ കരച്ചിൽ ആ രാത്രിയെ ഭയാനകമാക്കി. ഓരോ തവണ ആയുധം ചെന്നായുടെ ശരീരത്തിൽ തറയ്ക്കുമ്പോഴും ജനക്കൂട്ടം ആവേശത്തോടെ ആർപ്പുവിളിച്ചു. ചോരയുടെ മണം തണുത്ത കാറ്റിലൂടെ ആ പ്രദേശം മുഴുവൻ പടർന്നു. നഗരവാസികൾ അവരുടെ ഉള്ളിലെ എല്ലാ ദേഷ്യവും ആ മൃഗങ്ങളുടെ മേൽ തീർക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ പണ്ട് ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. അവർ കൂടുതൽ ക്രൂരമായാണ് ആ മൃഗങ്ങളെ നേരിട്ടത്. ഇന്ന് ഇവറ്റകളുടെ ഒരെണ്ണം പോലും രക്ഷപ്പെടരുത് എന്ന് ഗിൽഡ് നേതാക്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ടോർച്ചുകളിൽ നിന്നുള്ള കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. ചെന്നായ്ക്കൾ ഭയന്ന് പള്ളിയുടെ വാതിലുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി. എന്നാൽ അവിടത്തെ കല്ലുചുവരുകൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. മനുഷ്യർ പതുക്കെ വൃത്തം ചുരുക്കി അവരെ ഓരോന്നായി കൊന്നുതള്ളി. ആ രാത്രി പാരീസ് നഗരം കണ്ടത് ഒരു വല്ലാത്ത പകപോക്കലായിരുന്നു. പള്ളിയുടെ മുന്നിലെ ആ വലിയ മുറ്റം മൃതദേഹങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. ചെന്നായ്ക്കളുടെ രക്തം തണുത്തുറഞ്ഞ മണ്ണിലേക്ക് പടർന്നു. ആളുകൾ ഇപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആരും ആയുധം താഴെ വയ്ക്കാൻ തയ്യാറായിരുന്നില്ല. ഇത്രയും കാലം അനുഭവിച്ച പേടിയും സങ്കടവുമെല്ലാം ആ മൃഗങ്ങളെ കൊല്ലുന്നതിലൂടെ അവർ തീർത്തു. ഇരുട്ടിൽ നിന്നു വന്ന ആ പിശാചുക്കൾക്ക് ഇനി രക്ഷയില്ല എന്ന് ഉറപ്പായ നിമിഷമായിരുന്നു അത്. മഞ്ഞും പുകയും ചോരയും കലർന്ന ആ രാത്രി പാരീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒന്നായി മാറി. മനുഷ്യർ വിജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ യുദ്ധം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. നോത്രദാം കത്തീഡ്രലിന്റെ ആ വലിയ മുറ്റം അന്ന് ഒരു അറവുശാല പോലെയായിരുന്നു.
ആകാശം മുട്ടി നിൽക്കുന്ന ആ പള്ളിയുടെ കൂർത്ത ഗോപുരങ്ങൾ പുകമഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. താഴെ ആയിരക്കണക്കിന് ചൂട്ടുവെളിച്ചങ്ങൾ കത്തുമുണ്ട്. ആ തീനാളങ്ങളുടെ വെളിച്ചത്തിൽ മഞ്ഞും ചെളിയും കലർന്ന ആ കല്ലുപാകിയ തറ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. വായുവിൽ കരിഞ്ഞ പുകയുടെയും പച്ചമാംസത്തിൻ്റെയും പിന്നെ ചോരയുടെയും ആ വല്ലാത്തൊരു ഗന്ധം ആകെ നിറഞ്ഞുനിന്നു. വശത്തുകൂടി ഒഴുകുന്ന സീൻ നദി ഇരുട്ടിൽ കറുത്ത പെയിന്റ് പോലെ പതിയെ ഒഴുകുന്നുണ്ട്. ജനങ്ങൾ ആകെ ഭ്രാന്തു പിടിച്ച അവസ്ഥയിലായിരുന്നു. ചിലർ വണ്ടികളുടെ മുകളിലും മറ്റു ചിലർ വീട്ടിൻ്റെ മേൽക്കൂരകളിലും കയറിനിന്ന് ഈ ചോരക്കല്ലി നോക്കി ആർപ്പു വിളിക്കുന്നുണ്ടായിരുന്നു. പള്ളിയുടെ ഉമ്മറത്ത് പുരോഹിതന്മാർ പ്രാർത്ഥനകളുമായി നിൽക്കുമ്പോൾ താഴെ മനുഷ്യരും ചെന്നായ്ക്കളും തമ്മിലുള്ള ആ അവസാനത്തെ പോരാട്ടം നടക്കുകയായിരുന്നു. ചെന്നായ്ക്കൾക്ക് ഇനി രക്ഷപ്പെടാൻ ഒരിടവുമില്ലെന്ന് അവറ്റകൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സാധാരണ ചെന്നായ്ക്കൾ പേടിച്ച് ഓടേണ്ടതാണ്. പക്ഷേ ഇവന്മാർക്ക് അത് ശീലമില്ലായിരുന്നു. ആ പട്ടിണിക്കോലങ്ങൾ തങ്ങളുടെ മഞ്ഞക്കണ്ണുകൾ ഉരുട്ടി ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ നോക്കി മുരണ്ടു. അവയുടെ രോമങ്ങളിൽ ചെളിയും ഉണങ്ങിയ ചോരയും കട്ട പിടിച്ചു കിടക്കുകയായിരുന്നു. കുറച്ചുനേരം മുൻപുവരെ പേടിച്ചു ഓടിയ നാടൻ പട്ടികൾ പോലും ഇപ്പോൾ തങ്ങളുടെ യജമാനന്മാരുടെ കൂടെ ചേർന്ന് ചെന്നായ്ക്കളെ വളഞ്ഞു. വില്ലാളികൾ അമ്പുകൾ തൊടുത്തുവിടുമ്പോൾ പള്ളിയുടെ ചുവരിലെ ആ വികൃതമായ കൽപ്രതിമകൾ പോലും ഈ ക്രൂരത നോക്കി ചിരിക്കും പോലെ തോന്നിപ്പിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യർ നീളമുള്ള കുന്തങ്ങളും മഴുവും ഒക്കെയായി മുന്നോട്ടാഞ്ഞു. ആ വലിയ മുറ്റത്ത് ഒരടി പോലും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ ജനക്കൂട്ടം ആ ചെന്നായ്ക്കളെ വട്ടമിട്ടു. പെട്ടെന്നുതന്നെ വലിയൊരു ബഹളം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. മനുഷ്യർ ഒരേ ആവേശത്തിൽ ചെന്നായ്ക്കളുടെ മേർക്ക് കുന്തങ്ങൾ കുത്തിയിറക്കി. ചിലർ വലിയ കല്ലുകളെടുത്ത് അവയുടെ തലയ്ക്ക് നോക്കി എറിഞ്ഞു. ചെന്നായ്ക്കൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി ആഞ്ഞുപിടിച്ചു. അവറ്റകൾ ഓരോന്നായി ആൾക്കൂട്ടത്തിനു നേരെ ചാടി വീഴാൻ നോക്കി. കൊടും തണുപ്പിലും അവയുടെ വായിൽ നിന്ന് പത വരുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ തിളച്ച ടാർ ചെന്നായ്ക്കളുടെ മേലേക്ക് ഒഴിക്കുന്നുണ്ടായിരുന്നു. ആ പൊള്ളലേറ്റു അവ നിലവിളിക്കുമ്പോൾ ആളുകൾ കൂടുതൽ ആവേശത്തോടെ ആയുധങ്ങൾ വീശി. മഞ്ഞുകട്ടകൾക്ക് മുകളിൽ ചോര വീഴുമ്പോൾ അതിൽ നിന്ന് ഒരുതരം ആവി ഉയരുന്നുണ്ടായിരുന്നു. ആ ചെന്നായ്ക്കൾ ഒളിച്ചോടാൻ നോക്കാതെ ഒരുമിച്ചു നിന്ന് പോരാടി മരിക്കാനാണ് തീരുമാനിച്ചതെന്ന് തോന്നുന്നു. 20-30 ചെന്നായ്ക്കൾ അവിടെ കല്ലടിയേറ്റും കുത്തേറ്റും പിടഞ്ഞു വീണു. ഓരോ തവണ കുന്തം കയറുമ്പോഴും ആ മൃഗങ്ങൾ വല്ലാത്തൊരു ശബ്ദത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കേൾക്കുമ്പോൾ ആർക്കും ഒരു ദയയും തോന്നിയില്ല. കാരണം അത്രയേറെ മനുഷ്യരെ അവ കൊന്നുതിന്നിട്ടുണ്ട്. കല്ലുപാകിയ ആ മുറ്റം മുഴുവൻ ഇപ്പോൾ ചോര കൊണ്ട് വഴുക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്നവർ ചെന്നായ്ക്കളുടെ മേലേക്ക് തുപ്പുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. ചിലർ അവയുടെ വാലിലും കാലിലും പിടിച്ചു വലിച്ചു നിലത്തിട്ടു. ഇടയ്ക്കിടെ ചൂട്ടുകൾ മണ്ണിൽ വീണ് കത്തുമ്പോൾ ആ വെളിച്ചത്തിൽ ചെന്നായ്ക്കളുടെ കണ്ണിലെ ആ പേടി വ്യക്തമായി കാണാമായിരുന്നു. ഓരോ മിനിറ്റിലും ആ പള്ളിയുടെ മുറ്റത്തെ മൃതദേഹങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഈ കൂട്ടക്കുരുതിക്കിടയിലാണ് എല്ലാവരും ആ ഒരൊറ്റ രൂപത്തെ തിരഞ്ഞത്. കോർട്ടോ എന്ന് വിളിക്കുന്ന ആ പെൺചെന്നായ. കാൽമുറിഞ്ഞ വാലുമായി അവൾ ആ ആൾക്കൂട്ടത്തിനു നടുവിൽ ശരിക്കും ഒരു രാക്ഷസിയെപ്പോലെ നിന്നു. അവളെ കണ്ടപ്പോൾ ജനക്കൂട്ടം ഒച്ചവെക്കാൻ തുടങ്ങി. അവൾ ഒരു സാധാരണ മൃഗമല്ല, മറിച്ച് പിശാചിന്റെ രൂപമാണെന്ന് അവർ വിശ്വസിച്ചു. കോർട്ടോയുടെ ചുറ്റും അവളുടെ ബാക്കിയുള്ള ചെന്നായ്ക്കൾ ഒരു കവചം പോലെ നിന്നു. പക്ഷേ മനുഷ്യർ ഓരോരുത്തരെയായി വെട്ടിവീഴ്ത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൾ മാത്രം ഒറ്റയ്ക്കായി. അവളുടെ ദേഹം മുഴുവൻ മുറിവുകളായിരുന്നു. എങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായില്ല. ആൾക്കൂട്ടം വട്ടമിട്ട് നിന്ന് അവളെ ശരിക്കും ശ്വാസം മുട്ടിച്ചു. അവസാനം ആ നിമിഷം വന്നു. കോർട്ടോയെ അവർ ജീവനോടെ പിടികൂടി. ആൾക്കൂട്ടം സന്തോഷം കൊണ്ട് ആർത്തുവിളിച്ചു. അവളെ കയറുകൾ കൊണ്ട് വരരിഞ്ഞു മുറുക്കി നോത്രദാം പള്ളിയുടെ മുൻപിലുള്ള ആ വലിയ മുറ്റത്തേക്ക് വലിച്ചിരച്ചു. ആ ചെന്നായയുടെ വാല് മുറിഞ്ഞത് പണ്ട് മനുഷ്യർ ചെയ്തതാണോ അതോ പരിക്കേറ്റതാണോ എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് അവൾ ഒരു കുറ്റവാളിയായിരുന്നു. അവളെ കൊല്ലുന്നതിനു മുൻപ് എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഉയർത്തി നിർത്തി. അവൾ അവസാനമായി ഒരുതരം ദീനതയോടെ
ആ ആൾക്കൂട്ടത്തെ നോക്കി. അവിടെയുണ്ടായിരുന്നവർ അവളെ കല്ലെറിയുകയും ആയുധങ്ങൾ കൊണ്ട് കുത്തുകയും ചെയ്തു. അതൊരു വേട്ടയായിരുന്നില്ല, മറിച്ച് ഒരു തരം വധശിക്ഷയായിരുന്നു. അവളുടെ മരണം വളരെ ക്രൂരമായിരുന്നു. ആൾക്കൂട്ടം അവളെ പിച്ചിച്ചീന്തി എന്ന് തന്നെ പറയാം. ആ അവസാനത്തെ ചെന്നായയും ചത്തുവീണപ്പോൾ ആ വലിയ മുറ്റത്ത് ഒരു നിമിഷം നിശബ്ദത പടർന്നു. പിന്നെ പള്ളിയിലെ മണികൾ മുഴങ്ങാൻ തുടങ്ങി. ആ മണിനാദം ആ നഗരം മുഴുവൻ കേൾക്കാമായിരുന്നു. ജനങ്ങൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തങ്ങളെ ഇത്രയും കാലം പേടിപ്പിച്ച ആ പിശാചുക്കൾ ഒടുവിൽ തീർന്നെന്ന ആശ്വാസം എല്ലാവരിലുമുണ്ടായിരുന്നു. മരിച്ച ചെന്നായ്ക്കളുടെ ശരീരത്തിൽ നിന്ന് അപ്പോഴും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ആ കടും ചോരയുടെ മണം വായുവിൽ അപ്പോഴും തങ്ങി നിന്നു. നഗരത്തിനു മുകളിൽ പുകമഞ്ഞ് പോലലെ ചോരയുടെ ആവി ഉയർന്നു. യുദ്ധം കഴിഞ്ഞു, പക്ഷേ ആ സ്ഥലം ശരിക്കും ഒരു പടക്കളം പോലെയായിരുന്നു. ചത്ത ചെന്നായ്ക്കളുടെ ശരീരങ്ങൾ വണ്ടികളിൽ കയറ്റി നഗരത്തിനു പുറത്തേക്ക് കൊണ്ടുപോയി. ചിലയിടങ്ങളിൽ അവയെ കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ചു. മറ്റു ചിലയിടങ്ങളിൽ തീയിട്ടു നശിപ്പിച്ചു. ജനങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പള്ളിയുടെ ചുവരുകളിൽ അപ്പോഴും ചോരപ്പാടുകളുണ്ടായിരുന്നു. ആ രാത്രി പാരീസ് നഗരം ഉറങ്ങിയതേയില്ല. തങ്ങളെ വേട്ടയാടിയവർ ഇനി ഇല്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ കൊടും തണുപ്പിൽ ആ ചെന്നായ്ക്കളുടെ അവസാനത്തെ ആ നിലവിളി മാത്രം ആ മുറ്റത്ത് അപ്പോഴും മുഴങ്ങുന്നതുപോലെ തോന്നിപ്പിച്ചു. ആ ചോരക്കളി അവിടെ അവസാനിക്കുകയായിരുന്നു. ആ വലിയ വേട്ട കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ പാരീസ് നഗരകരം ഉണർന്നത് ഒരു പ്രത്യേകതരം നിശബ്ദതയിലേക്കായിരുന്നു. ഇത്രയും കാലം ജനങ്ങളെ വിറപ്പിച്ച ആ ചെന്നായ്ക്കളുടെ ചോര പുരണ്ട ശരീരങ്ങൾ ഓരോന്നായി തെരുവുകളിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. നഗരവാസികൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ ക്രൂരമൃഗങ്ങളുടെ ജഡങ്ങൾ നഗരത്തിനു പുറത്തുള്ള വലിയ കവാടത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇനിയൊരു മൃഗവും ഈ മതിൽക്കെട്ടിനുള്ളിലേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടരുത് എന്ന മുന്നറിയിപ്പായിരുന്നു അത്. പള്ളികളിലെ മണികൾ മുഴങ്ങാൻ തുടങ്ങി. പക്ഷേ അത് പഴയ പോലെ അപകടത്തിന്റെ സൂചനയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷമായിരുന്നു. പുരോഹിതന്മാർ ജനങ്ങളെ നോക്കി പ്രസംഗിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പിശാചുക്കളെ നശിപ്പിക്കാൻ കഴിഞ്ഞതെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു. ആളുകൾ അന്ന് ആശ്വാസത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. പലരും ആ ക്രൂരമൃഗങ്ങളുടെ തോലും മറ്റും മുറിച്ചു മാറ്റി അത് വിജയത്തിന്റെ അടയാളമായി സൂക്ഷിച്ചു. ആ നഗരത്തിലെ വായുവിൽ അന്ന് ചോരയുടെ മണത്തിനു പകരം ഈ വിജയത്തിന്റെ ആഘോഷമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഈയൊരു സംഭവത്തിനു ശേഷം പാരീസിനു ചുറ്റുമുള്ള കാടുകളെല്ലാം വൃത്തിയാക്കാൻ ഭരണകൂടം വലിയ തീരുമാനങ്ങളെടുത്തു. ചെന്നായ്ക്കളെ വേട്ടയാടാൻ പ്രത്യേക സംഘങ്ങളെ അവർ നിയമിച്ചു. ഓരോ ചെന്നായയെ കൊല്ലുന്നവർക്കും വലിയ തുക പ്രതിഫലമായി പ്രഖ്യാപിച്ചു. ആ വലിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം പിന്നീട് പതിറ്റാണ്ടുകളോളം പാരീസ് നഗരത്തിന്റെ പടിവാതിൽക്കൽ പോലും ഒരു ചെന്നായയെ ആരും കണ്ടിട്ടില്ല. കൃഷിയിടങ്ങളെല്ലാം വീണ്ടും സജീവമായി. ആളുകൾ ഭയമില്ലാതെ നഗരത്തിന് പുറത്തുള്ള കാട്ടുവഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ നഗരത്തിലെ ജീവിതം പഴയ രീതിയിലേക്ക് തിരിച്ചുവന്നു. കച്ചവടക്കാർ തെരുവുകളിൽ ബഹളം വെച്ചു. കുട്ടികൾ ഇടവഴികളിൽ പേടിയില്ലാതെ ഓടിക്കളിക്കാൻ തുടങ്ങി. യുദ്ധവും പട്ടിണിയും തളർത്തിയ ആ നഗരം പതുക്കെ പതുക്കെ ഒരു പുതിയ ഉണർവിലേക്ക് നീങ്ങുകയായിരുന്നു. എങ്കിലും ആ രാത്രികളിൽ ചെന്നായ്ക്കൾ നടത്തിയ വേട്ടയുടെ ഓർമ്മകൾ ഓരോ പാരീസുകാരൻ്റെയും ഉള്ളിൽ ഒരു ഉണങ്ങാത്ത മുറിവായി എന്നും നിലനിന്നു. ചരിത്രകാരന്മാർ ഇന്ന് ആ സംഭവത്തെ നോക്കിക്കാണുന്നത് വെറുമൊരു മൃഗവേട്ടയായിട്ടല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയായിട്ടാണ്. നഗരത്തിനകത്ത് സുരക്ഷിതരാണെന്ന് കരുതിയിരുന്ന മനുഷ്യരുടെ ആത്മവിശ്വാസം തകർന്ന ഒരു കാലമായിരുന്നു അത്. മതിൽക്കെട്ടുകൾക്ക് പോലും തടയാൻ കഴിയാത്ത ചില ക്രൂരതകളുണ്ടെന്ന് അവർ അന്ന് തിരിച്ചറിഞ്ഞു. ആ വേട്ടയിൽ മരിച്ച ഒട്ടേറെ സാധാരണക്കാരുടെ പേരോ വിവരങ്ങളോ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അവർ വെറും അക്കങ്ങളായി മാത്രം അവശേഷിക്കുന്നു. അതുപോലെ തന്നെ അന്ന് പാരീസിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ പല ധീരന്മാരുടെയും പേരുകൾ കാലം മായ്ച്ചു കളഞ്ഞു. പക്ഷേ എല്ലാ ചരിത്രരേഖകളും ആ ചെന്നായ്ക്കളെ കണ്ടത് നഗരത്തിനുള്ളിൽ അഴിഞ്ഞാടിയ പിശാചുക്കളായിട്ടാണ്. അവരെ ഇല്ലാതാക്കിയത്
ഒരു വലിയ തിന്മയെ പുറത്താക്കിയതിന് തുല്യമായിരുന്നു. ആധുനിക കാലത്തെ പാരീസ് നഗരത്തിന് താഴെ ഇന്നും ആ പഴയ ചോരയുടെയും പോരാട്ടത്തിന്റെയും കഥകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഇന്ന് പാരീസ് നഗരം മനോഹരമായ കെട്ടിടങ്ങളും വിളക്കുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ മഞ്ഞു വീഴുന്ന തണുപ്പുള്ള രാത്രികളിൽ ഈഫൽ ടവർ പോലും മൂടൽമഞ്ഞിൽ മറയുമ്പോൾ പഴയ ആ ചെന്നായ്ക്കളുടെ ഓരിയിടൽ ഇന്നും ചിലർ കേൾക്കുന്നതായി തോന്നും. മനുഷ്യൻ പ്രകൃതിയെ വെല്ലുവിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സമൂഹം തകർച്ചയിലേക്ക് നീങ്ങുമ്പോഴും കാട്ടിലെ മൃഗങ്ങൾ നഗരത്തിലേക്ക് വരുമെന്നതിൻ്റെ വലിയൊരു പാഠമാണ് ഈ കഥ. നമ്മുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്നും ഏതു നിമിഷവും ആ പഴയ ക്രൂരതകൾ തിരിച്ചുവരാമെന്നും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാരീസ് നഗരത്തിലെ ആ പഴയ പള്ളികളിലെ മണികൾ ഇന്നും മുഴങ്ങുന്നുണ്ട്. അത് ആഘോഷത്തിനാണെങ്കിലും പഴയ ആ ഭയാനകമായ ദിവസങ്ങളെ അവ ഇന്നും ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ആ ചെന്നായ്ക്കളുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പാരീസിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ നടന്ന ആ ചോരക്കളി ചരിത്രത്തിലെന്നും ഭയത്തോടെ മാത്രം ഓർമ്മിക്കപ്പെടും.